എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടെ നിന്നവരൊക്കെ കൈവിട്ടിട്ടും മനോബലം കൊണ്ടും സ്വന്തം കഴിവുകൾ കൊണ്ടും ജീവിത മുന്നേറ്റം നടത്തുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ എന്നോണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് ഭവിക്കുകയാണ്. ഈ അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുന്നതിലൂടെ ഈ നക്ഷത്ര ജാതകർ മറ്റുള്ളവരെ ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു വളർച്ച നേടുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. നമുക്ക് ഈ ഭാഗ്യം ചെയ്ത നക്ഷത്ര ജാതകരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വരും ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ഇവരെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി തന്നെ ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ നക്ഷത്ര ജാതകരായ അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറയേണ്ടത്. ഇവരെ കൈവിട്ടവരുടെ മുമ്പിൽ വലിയൊരു നിലയിലേക്കെത്താൻ സാധിക്കുന്ന തരത്തിൽ നേട്ടങ്ങൾ അശ്വതി നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നുണ്ട്. അത് കുറേശ്ശെയായിട്ട് അനുഭവിച്ചു തുടങ്ങാനുള്ളൊരു ഭാഗ്യം ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. 11 ശനിയും 12 വ്യാഴവും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നടക്കും. ശരീരക്ലേശങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. സർക്കാർ ജോലികൾ ഉള്ളവർക്ക് നല്ല കാലമാണ്. സ്ഥലം മാറ്റത്തിനോ പ്രമോഷനോ സാധ്യതകൾ കാണുന്നുണ്ട്. ശത്രുക്കളുടെ ശക്തിയും കുറയും. സഹോദരങ്ങളെ കൊണ്ട് ചില നേട്ടങ്ങൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടങ്ങൾ തട്ടാത്ത തരത്തിൽ പെരുമാറാൻ ശ്രദ്ധിക്കണം. ഇവരുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടായാൽ ഇവരിൽ നിന്നുള്ള സഹായങ്ങൾ നഷ്ടമാകും. നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. എങ്കിലും ചില സമയത്ത് വാക്കുദോഷത്താൽ കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം പുണ്യകർമ്മങ്ങളിലും അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും നിലവിൽ നല്ല കാലം തന്നെയാണ്. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. കേസ് വഴക്കുകൾ വിജയത്തിൽ എത്തിച്ചേരും. വാദബന്ധിയായ അസുഖങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന പുഷ്പാഞ്ജലിയും കദളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. ഇവർക്ക് 12 ആദിത്യൻ, ബുധൻ, രാഹു വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എല്ലാ മേഖലകളിലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. ഇവർ മുൻപ് ചെയ്ത നല്ല കർമ്മങ്ങൾക്ക് അതിൻ്റേതായ ഫലം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. വാക്കുദോഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഒഴിവാകും. ഒടിവ്, ചതവ്, ഹൃദയബന്ധിയായ രോഗങ്ങൾ, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലുണ്ട്. ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിച്ചു കിട്ടും. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കാനും ഇടയുണ്ട്. ഓഹരി മാർക്കറ്റ് ഉള്ളവർക്ക് നല്ല കാലമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാകും. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും. തൊഴിൽ ബന്ധിയായി തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിടിച്ചു നിൽക്കുവാനും പറ്റും. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും.
പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാം. ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമായിരിക്കും. വിദ്യാഭ്യാസത്തിലെ വായ്പാ ക്ലേശങ്ങൾ മറ്റുള്ളവരുടെ സഹായത്താൽ നികത്തി മുന്നോട്ടു പോകാൻ സാധിക്കും. ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം. ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താനും നല്ല സമയമാണ്. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്രപുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ചിലവുകളൊക്കെ ഇവർ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ടൊരു കാര്യം 10-ൽ വ്യാഴം കത്തി നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അതിനായിട്ട് തന്നെ ഇവർ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജോലി തേടുന്ന ഓരോ വ്യക്തികൾക്കും അനുകൂലമായിട്ടുള്ളൊരു തൊഴിൽ സാധ്യത ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കച്ചവടക്കാർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കാതെ കെട്ടിക്കിടന്നവർക്കിത് വിൽക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യാനും അനുകൂല സാഹചര്യങ്ങൾ വരുന്നുണ്ട്. കാര്യതടസ്സങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും. വേനലിൻ്റെ ഒരു അസ്വസ്ഥത മൂലം ശരീരക്ഷീണം കൂടാൻ സാധ്യതകൾ കൂടുതലാണ്. പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. ഇവരുടെ സ്ഥിരം ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വസ്ത്രങ്ങൾ ഇവർക്ക് ലഭ്യമാകും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ ഉള്ള തടസ്സങ്ങൾ നീങ്ങും. പിതൃജനങ്ങൾക്ക് അരിഷ്ടിത കാലമാണ്. വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാൻ സാഹചര്യം അനുകൂലമാണ്. വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്കായിട്ട് ദേവിക്ക് പുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ വരും ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പലവിധ സന്തോഷ അനുഭവങ്ങൾക്കും വഴിയൊരുക്കാൻ 9-ൽ ആദിത്യനും ബുധനും സഹായമായിട്ട് നിൽക്കുന്നുണ്ട്. കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയുമെങ്കിലും പിന്നീട് ശാന്തനാകുന്ന വ്യക്തികളാണ് പൂരം നക്ഷത്രക്കാർ. പൊതുവെ സുഖ അനുഭവങ്ങൾ ഇനി അങ്ങോട്ട് ഉണ്ടാകും. കർമ്മമണ്ഡലം മെച്ചപ്പെടും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്തരുത്. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ്. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും. ആഭരണ കച്ചവടക്കാർക്ക് നല്ല സമയമാണ്. 11-ൽ കുജൻ കത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കച്ചവടക്കാർക്കും അനുകൂലമായിട്ട് തന്നെ ഭവിക്കും. അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും എല്ലാം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ലഭിക്കും. പലവിധ സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുള്ള ദിവസങ്ങളാണ് വരുന്നത്. ബന്ധനാവസ്ഥയ്ക്ക് യുക്തമായ ഔഷധ സേവ വേണ്ടിവരും. അപമാനത്തിൽ നിന്ന് മുക്തി നേടും. പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കണം. പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും വിവാഹത്തിനായി ശ്രമിക്കാം. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്ക് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കിട്ടാനുള്ള വലിയ തുക കാലതാമസം കൂടാതെ കൈവശം വരുന്നത് ദോഷശാന്തി നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും. പോലീസ് കേസുകളിൽ പെടാതെ സൂക്ഷിക്കണം. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടാനാകും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം. പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടിത്തുടങ്ങും. അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ വേണം. സ്നേഹിതന്മാരുമായും
ബന്ധുജനങ്ങളും ആയിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ഭൂമിയുടെ കച്ചവടങ്ങൾ നടക്കും. വലിയ ലാഭം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അതനുസരിച്ച് തന്നെ നേട്ടങ്ങളും ഉണ്ടാകും. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിക്കുകയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.